നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് സിൽവർ സ്റ്റോൺ പാർക്കിന് നേരെ മുമ്പിൽ കാണുന്ന പാലത്തിലാണ്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് സിൽവർ സ്റ്റോണിൽ നിന്ന് പ്ലാന്റേഷൻ ഫോറസ്റ്റ് വഴി മലയാറ്റൂർക്ക് പോകുന്നൊരു വഴിയാണ്. പല വീഡിയോകളിലും ഈ വഴിക്ക് പോകാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈ വഴി ആരും കാണിച്ചിട്ടില്ല. സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോകുന്നവർക്ക് അറിയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ചെക്ക് പോസ്റ്റാണ് ഇവിടെ കാണുന്നത്, വെറ്റിലപ്പാറ പ്ലാന്റേഷനടുത്ത്. ഈ ചെക്ക് പോസ്റ്റിൽ കടന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രമേ എൻട്രി ഉള്ളൂ. രാത്രി ഇവിടെ എൻട്രി ഇല്ല. നിരന്തരമായി ആനകളുടെ ശല്യമുള്ളൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഈ വഴിയിൽ ഈ പ്ലാന്റേഷൻ ഫോറസ്റ്റിലുള്ള തൊഴിലാളികൾക്കല്ലാതെ മറ്റാർക്കും ഇതിനകത്തൂടെ യാത്ര ചെയ്യാനുള്ള അനുവാദമില്ല. നമ്മളങ്ങനെ പ്ലാന്റേഷൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടവർ ഈ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ്, അതായത് ഈ പാലം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് വലതുവശത്തേക്ക് തിരിഞ്ഞ് ഏഴാറ്റുമുഖം വഴി ഉള്ള റോഡിൽ കൂടി വന്നാൽ നമുക്ക് അങ്കമാലി ഭാഗത്ത് കയറാവുന്നതാണ്. അതിരപ്പള്ളിയിൽ പോയിട്ടുള്ളവർക്കെല്ലാം അവിടെ നിന്ന് മനസ്സിലാവും, അതിരപ്പള്ളി ഉള്ള ചാലക്കുടി പുഴയുടെ മറുവശത്ത് ഒരു മലയാണ്. ആ മലയുടെ ഇടയിൽ കൂടിയുള്ള ഒരു ഗ്യാപ്പ് റോഡാണിത്. ഈ റോഡ് വഴിക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ എളുപ്പം നമുക്ക് മലയാറ്റൂർ എത്താൻ കഴിയും. 13.5 കിലോമീറ്ററാണ് ഈ പ്ലാന്റേഷൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വഴി. ആദ്യത്തെ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുമ്പോൾ കാണുന്നത് വെറ്റിലപ്പാറ പ്ലാന്റേഷനാണ്. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ കഴിഞ്ഞ് അല്പം കൂടി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് കാലടി പ്ലാന്റേഷനാണ്. അങ്ങനെയുള്ള ഈ പ്ലാന്റേഷൻ ഫോറസ്റ്റിനുള്ളിൽ കൂടി വാഹനം ഓടിച്ചു വരുന്നത് വളരെ രസകരമായ ഒരു ഡ്രൈവാണ്. വളരെ വീതി കുറഞ്ഞ റോഡാണിത്. ഓപ്പോസിറ്റ് വാഹനം വന്നാൽ നിർത്തി കൊടുത്ത്, ഏതെങ്കിലും ഒരു വാഹനം നിർത്തി സൈഡ് കൊടുത്ത് വളരെ പതുക്കെ പോരാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പകലാണെങ്കിൽ കൂടി എവിടെ വേണമെങ്കിൽ നമുക്ക് ആനയെ പ്രതീക്ഷിക്കാം. ഞങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ തന്നെ ആനപ്പിണ്ടം എടുക്കുന്ന കണ്ട് റോഡിൽ വളരെ ഫ്രഷായത്, അതായത് ഏതാണ്ട് 5 മിനിറ്റ് മുമ്പൊക്കെ ആന ഈ റോഡിലുണ്ടായിരുന്ന മാതിരി ഉണ്ടായിരുന്നു. ഈ പരിസരത്ത് എവിടെയോ ആനയുണ്ട്. ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ ചെല്ലുന്നതിന് തലേ ദിവസം രാത്രി ആന കയറി ഇവിടെ കുറെ നാശനഷ്ടങ്ങളെല്ലാം വരുത്തി വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഞങ്ങളെല്ലാം കണ്ടു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങൾ പോയത്. കാരണം എപ്പോഴും ആനയെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. പോകുന്ന വഴിക്ക് ഒരു LP സ്കൂളുണ്ട്. ഇവിടെ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലൊരു വാഹനം പോയാൽ തന്നെ നമുക്ക് അല്പദൂരം അതിൻ്റെ പുറകിൽ പോകേണ്ടതായിട്ട് വരും, അതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട്. കാരണം വളരെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് പോകാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ നമുക്കതിനെ സൈഡ് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. ഒരു കാർ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അവിടെ ഫ്രണ്ടിൽ കാണുന്ന ആനപ്പിണ്ടമാണ് കിടക്കുന്നത് റോഡിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ അതവിടെ കാണുകയും ചെയ്തു. നമ്മൾ ചാലക്കുടി ഭാഗത്ത് വരുമ്പോൾ ആദ്യം കാണുന്ന ഫോറസ്റ്റിനകത്ത് പനയാണ്, നിറയെ പനകളാണ്. പനകളുടെ ഇടയിൽ കൂടിയുള്ള റോഡിലാണ് നമ്മൾ വരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് കാലടി പ്ലാന്റേഷൻ ഭാഗത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് റബ്ബർ എസ്റ്റേറ്റുകളാണ്. വളരെ പച്ച പൊതിച്ച് കിടക്കുന്ന ഫോറസ്റ്റ് രണ്ട് ഭാഗത്തും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല തണവ് അനുഭവപ്പെടും. നല്ല തണലുണ്ട്. വെയിലൊന്നും റോഡിൽ അങ്ങനെ കാണില്ല. കാരണം നമുക്ക് ചുറ്റും രണ്ട് ഭാഗത്ത് നിൽക്കുന്ന മരങ്ങളുടെ തന്നെ ഇങ്ങനെ റോഡ് കവർ ചെയ്തുകൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ്.
സ്വന്തമായിട്ട് വാഹനത്തിൽ ഈ വഴി വരുന്നവർ തീർച്ചയായിട്ടും ഈ റോഡ് കാണണം, അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ റൂട്ട് ഈ വഴി കൂടെ ഓടിക്കുന്ന ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോ എല്ലാം കണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന റോഡും സ്ട്രക്ചറെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ടൂർ പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. എൻ്റെ വീഡിയോകളിലെല്ലാം ഞാനിങ്ങനെ റോഡ് ട്രിപ്സ് വളരെയധികം കാണിക്കാറുണ്ട്. പലരും ആവശ്യപ്പെടുന്നുണ്ട് വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ റോഡ് ട്രിപ്സ് എല്ലാം കാണിക്കണം എന്നുള്ളത്. ഒരു ഡെസ്റ്റിനേഷനിൽ ചെന്ന് അവിടെ ഈ സ്ഥലം കാണുന്നതിന് പകരം നമ്മളിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെന്ന് മലയാറ്റൂര് ഒരു ലേക്കിൻ്റെ അടുത്താണ്, മലയാറ്റൂർ പള്ളിക്കടുത്ത്. മലയാറ്റൂർ പോയിരുന്നവർക്കെല്ലാം അറിയാം. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ലേക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ചില വീഡിയോകൾ കാണിച്ച് ഞാൻ ഈ വഴി പോയിട്ട് കണ്ട കാഴ്ചകളാണ് അവിടെ കാണിച്ചത്. അതായത് ഭൂതത്താൻകെട്ടും പാണിയല്ലിപ്പോര് ഈ സ്ഥലങ്ങളിലൊക്കെ എല്ലാം പോയത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ചാലക്കുടി അതിരപ്പള്ളിയിൽ നിന്ന് ഈ വഴിക്ക് വന്നിട്ടാണ്. ആ വീഡിയോകൾ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോകൾ കാണുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെയുള്ള റൂട്ടുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇതുവരെ നമ്മൾ വന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, ഈ വഴി കൂടെ വളരെയധികം വാഹനങ്ങളൊന്നും പോകുന്നില്ല. അതിന് ഒരു പ്രധാന കാരണം അധികം ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ളൊരു വഴി അറിയില്ല. വഴി അറിഞ്ഞാൽ തന്നെ മറ്റു പലരും പറഞ്ഞിട്ട് അല്പം റിസ്ക്കുള്ള വഴിയാണെന്നെല്ലാം പറഞ്ഞ് പലരും ഈ വഴി അവോയ്ഡ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും വർഷക്കാലത്ത് അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്തൊക്കെ നമുക്കിവിടെ വിസിബിലിറ്റി തന്നെ കുറയുന്ന പോലെയുള്ളൊരു ഫീലുണ്ടാവും. തന്നെയല്ല പകൽ സമയങ്ങളിലും ആനകൾ ഇവിടെ കാണാറുള്ളതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ സാധാരണയായിട്ട് യാത്രക്കാർ വളരെ കുറവാണ്. എങ്കിലും നമുക്ക് അതിരപ്പള്ളിയിൽ നിന്നെല്ലാം മലയാറ്റൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തിരിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം എത്താവുന്ന ഒരു റൂട്ടാണിത്. തീർച്ചയായും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ റൂട്ട് വഴി യാത്ര തിരിക്കണം. നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.